അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ അപകടകരമായിട്ടുള്ള ഒരു നിലയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും പരസ്പരം തീവ്രമായിട്ടുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അമേരിക്കൻ ആക്രമണത്തിന് മറുപടിയായി ഇറാൻ മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിലെയും അമേരിക്കൻ സൈനിക താവളങ്ങളെയും ലക്ഷ്യമിടുകയാണ്. അതേസമയം ഇറാൻ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചിട്ടുണ്ട്. ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും യുദ്ധത്തിന്റെ പ്രധാന കേന്ദ്രമായി മാറിയിരിക്കുന്നു. അതങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും ഇറാനെതിരെ US പുതിയ വ്യോമാക്രമണ പരമ്പര ആരംഭിച്ചതായി US സെൻട്രൽ കമാൻഡന്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള എക്സിൽ പറഞ്ഞു. ഈ ആക്രമണങ്ങളിൽ ഇറാനിയൻ മിസൈൽ സംവിധാനങ്ങൾ, വ്യോമപ്രതിരോധ സ്റ്റേഷനുകൾ, IRGC സ്പീഡ് ബോട്ടുകൾ എന്നിവ നശിപ്പിക്കപ്പെട്ടു. US വിമാനങ്ങൾ, ഒരു ഇറാനിയൻ ക്രൂയിസ് മിസൈലും ഒരു ചാവേർ ഡ്രോണും ആകാശത്ത് വെച്ച് വെടിവെച്ചിട്ടതായി സെൻട്രൽ കമാൻഡ് വക്താവ് ടീം ഹോക്കിൻസ് പറഞ്ഞു. റോയിട്ടേഴ്സ് നൽകിയ അഭിമുഖത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിമാനത്തോടെ പറഞ്ഞത് ഞങ്ങൾ ഇറാനെ വളരെ മോശമായി തോൽപ്പിക്കുന്നു എന്ന് തന്നെയാണ്. എന്തായാലും US ബോംബാക്രമണത്തിന് ശേഷം ഇറാനിലെ ബന്ദർ അബ്ബാസ്, ഖേഷം ദ്വീപ്, ജാസ്ക്, സിറിക്ക്, ഗുഷേർ എന്നിവിടങ്ങളിൽ വൻ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ശത്രു പ്രൊജക്ടൈലുകൾ ദ്വീപിൽ പതിച്ചതായി ഖേഷം ഗവർണർ ഹുസൈൻ അമീർ ടൈമുറി പറഞ്ഞു. എന്നിരുന്നാലും ഈ ആക്രമണങ്ങളെല്ലാം സൈനിക താവളങ്ങളാണ് ആയതിനാൽ സിവിലിയന്മാർക്ക് യാതൊരുവിധ പരിക്കുമേറ്റിട്ടില്ല എന്നും ഇറാൻ പറയുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഇതേ തുടർന്ന് ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടായി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ നിലവിൽ ഇറാനിലെ വാട്ടർ പമ്പുകളെ ലക്ഷ്യമിടാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇറാന്റെ വാട്ടർ പമ്പുകളെല്ലാം തന്നെ തകർത്ത് ഇറാനെ സമ്പൂർണ്ണമായി നശിപ്പിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ നിലവിലത്തെ നീക്കം എന്നുള്ളതാണ്. അതിന് ഒരു കാരണവശാലും ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഇറാൻ ഒരു ഭാഗത്ത് വമ്പൻ സൈനിക തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക്.